നമസ്തേ, ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുവായകുടം, തൃപ്രയാർ. പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് സ്വാമിയുടെ ധ്യാനം എങ്ങനെ ചൊല്ലിയിട്ട് സ്വാമിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാം. ധ്യാനം എങ്ങനെ ചൊല്ലണം? ഇപ്പോൾ ധ്യാനമാണെങ്കിൽ നമുക്ക് ഒരുപാട് പുസ്തകങ്ങളിലായിട്ട് കിട്ടുന്നുണ്ട്, ഓൺലൈനിലുണ്ട്. ഓൺലൈനിലെ ധ്യാനങ്ങൾ നമുക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മന്ത്രങ്ങൾ സ്വീകരിക്കേണ്ട. മന്ത്രങ്ങൾ ഗുരു ഉപദേശപ്രകാരം മാത്രമേ സ്വീകരിക്കാവൂ. ധ്യാനങ്ങൾ നമുക്കെടുക്കാം. ധ്യാനങ്ങളെടുത്ത് നമുക്ക് ചിട്ടയോടുകൂടി ചൊല്ലാം. കൂടി ചൊല്ലുമ്പോൾ നമുക്ക് ബലം കൂടുതലാണ്. അപ്പോൾ നമുക്ക് 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെയുള്ള ശബരിമലയ്ക്ക് പോകുന്ന ആ വ്രതശുദ്ധിയോടുകൂടി 41 ദിവസം ധ്യാനം ചൊല്ലുന്നത് ഒരുപാട് ബലപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് ധ്യാനം ചൊല്ലുമ്പോൾ നമുക്ക് എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വരാറുണ്ട്. അപ്പോൾ എണ്ണം നമുക്ക് 7, 11, 21, 51, 101 എന്നീ ക്രമങ്ങളിലൊക്കെ ചെയ്യാം, വിരോധമില്ല. ഏത് എണ്ണമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഖ്യയോ അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാവുന്ന മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരു സംഖ്യയൊക്കെ എടുത്തിട്ട് നമുക്ക് ആ സംഖ്യ പ്രകാരം ചൊല്ലാം. വ്രതശുദ്ധിയോടുകൂടി ചൊല്ലുമ്പോൾ 41 ദിവസത്തിനുള്ളിൽ നമുക്കതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും. നമ്മൾ എന്ത് കാര്യമാണ് മനസ്സിൽ ധർമ്മത്തിൻ്റെ പാതയിലൂടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് ആ ധ്യാനം ചൊല്ലാം. അതുപോലെ തന്നെ മനസ്സിൽ വിചാരിച്ച് അത് ചൊല്ലിക്കൊണ്ട് മാത്രം കാര്യമില്ല, അതിനുവേണ്ടിയുള്ള പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പ്രവൃത്തി തന്നെയാണ് എപ്പോഴും നമുക്ക് ഫലം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാ പിന്നെ ധ്യാനം ചൊല്ലുന്ന, പ്രവൃത്തി മാത്രം പോരെയെന്ന്. പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവാനും പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എപ്പോഴും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താനും ഫലപ്രാപ്തി കിട്ടാനും അത് ഗുണം ചെയ്യും. അതുകൊണ്ട് സ്വാമിയുടെ ധ്യാനങ്ങൾ ഇങ്ങനെ നമുക്ക് ചൊല്ലാം. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചോളൂ. സ്വാമിയുടെ എല്ലാ ഭക്തർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.